Hello, dear students. Myself, Jomal Josh, faculty for Economic, Commercial and Intellectual Property Laws at AAA Commerce Academy, 4CS Executive. ഇന്ന് ഈ ബ്രിഡ്ജ് കോഴ്സിൽ ഇത് കാണുന്ന എല്ലാ കുട്ടികളോടും ഇനീഷ്യലി തുടക്കത്തിൽ പറയട്ടെ, വൈ യു ഷുഡ് സ്പെൻഡ് യുവർ വാലബിൾ ടൈം വാച്ച് ദിസ് വീഡിയോ എന്ന്. ബ്രിഡ്ജിൻ്റെ പർപ്പസ് സംഭവം സിമ്പിളാണ്. ഈ സബ്ജക്റ്റ് എന്താണ്, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതെങ്ങനെ പഠിക്കണം, ഇതെന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാനുണ്ട്, ഓക്കെ, ഇത് പേടിക്കേണ്ട സംഭവമാണോ, ഇത് ബോറിംഗ് ആണോ തുടങ്ങിയ നിങ്ങളുടെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സിലോട്ട് കയറുന്നേക്കാളും മുന്നേ തന്നെ ഒരു ക്ലാരിറ്റി വേണം. യു ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് യു ഹാവ് ടു എക്സ്പെക്ട് വെൻ യു പുട്ട് യുവർ ഹാൻഡ്സ് ഓൺ ദ സബ്ജക്ട്. So that's why I'm here to explain to you what are the features of this paper, what you should expect from this paper, and how are we going to learn this subject. So, welcome. Let's do it. ECIP എന്നുള്ള പേപ്പർ ഗ്രൂപ്പ് 2-ലാണ്. ഗ്രൂപ്പ് 2-ൽ നമുക്കുള്ള 3 പേപ്പേഴ്സിലൊന്നാണ് ECIP. കമ്പാരിറ്റീവ്ലി ECIP എളുപ്പമുള്ള സബ്ജക്റ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ എം ഹാൻഡിലിംഗ് ദി സബ്ജക്ട്, മറ്റ് പേപ്പർ ടഫ് അങ്ങനല്ല, കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. കാരണം ഇതിൽ ചാപ്റ്റേഴ്സ് ചെറുതാണ്. ഓക്കെ, ഞാൻ ഗ്രൂപ്പ് 1-ൽ JAG ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വോളിയം ഒരു ബിറ്റ് ഈസിയാണ്, ചെറിയ ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, ഇതിൽ 3 തരത്തിലാണ് നമുക്കിത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് എക്കണോമിക് ലോസ് ആണ്, 2 കൊമേഴ്ഷ്യൽ ലോസ് ആണ്, 3 IPR സംബന്ധമായിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഗവേൺ ചെയ്യുന്ന ലോസ് ആണ്. ഇതിൻ്റെ ഈ പേപ്പറിൻ്റെ പണ്ടത്തെ പേര് EBCL എന്നായിരുന്നു, എക്കണോമിക് ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ ലോസ് എന്നായിരുന്നു, EBCL. ഈ EBCLലെ ചില ചാപ്റ്റേഴ്സ് എടുത്ത് കളഞ്ഞ് ചില ചാപ്റ്റേഴ്സ് JAG മാറ്റിയിട്ട് ഇവരെന്ത് വെച്ചാൽ ഈ സബ്ജക്റ്റിന് റീവാമ്പ് ചെയ്തു. റീവാമ്പ് ചെയ്യുമെന്ന് പറയുമ്പം നിയമമാണ് അല്ലേ, കാലഹരണപ്പെട്ട പഴയ ജാമ്പവാന്റെ കാലത്ത് നിയമങ്ങൾ പഠിക്കേണ്ട ആവശ്യം നമുക്ക് ഇപ്പോൾ ഇല്ല. നമുക്ക് എപ്പോഴും അപ്ഡേഷൻസ് ആണ് വേണ്ടത്. വി ആർ ഓൾവേസ് തിങ്കിങ് അബൌട്ട് അപ്ഡേറ്റഡ് ലേണിംഗ്. That is why they understood that rather than teaching you students some random old laws, it is better to teach you some recent laws which you will have to come across in your practice or in your employment as a company secretary. അതുകൊണ്ട് തന്നെ EBCLലെ ബിസിനസ് ലോസ് മാറ്റി അവർ അതിന് പകരം എന്തുകൊണ്ടെന്നറിയോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് എന്ന സംഭവം കൊണ്ടുവന്നു. പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് റീസൺസ് ആണ് കൊണ്ടുവന്നത്. അടിപൊളി സിലബസ് ആണ്. പേഴ്സണലി ആസ് എ ഫാക്കൽറ്റി ഐ റിയലി അപ്രീഷിയേറ്റ് ICSE ഫോർ updating these subject and incorporating the right laws which you students would like to have in your future professional practice. അപ്പോൾ അതാണ് ഇതിൽ വരുന്നത്. 100 മാർക്കിൻ്റെ പേപ്പറാണ്. 40 മാർക്ക് കിട്ടിയാൽ പാസ്സാവും, 50 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് സേഫ് സോണിലെത്താം, 60 മാർക്ക് കിട്ടിയാൽ എക്സംഷൻ ആവാം, 100 മാർക്ക് കിട്ടിയാൽ ദൈവമാവാം. അതാണ് ടോട്ടൽ സ്കീമിങ്. സോ 100 ഇതിന് മുന്നേ ആരും മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അറിവിലില്ല. മോർ ദാൻ 90 മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഐ ഗസ് സോ 92 ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് എങ്ങനെ പഠിക്കണം? സത്യം പറ, ഇത് ഭയങ്കര ടഫാണോ? സത്യം പറയണമെന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി അഫെയർ ആണ്. ബട്ട് ടേക്ക് ഇറ്റ് എസ് എ ഗീവ് അവേ ഫ്രം മീ ഫോർ മൈ വ്യൂവേഴ്സ്. ECIP ടഫല്ല, പക്ഷേ കുറച്ച് ടെക്നിക്കാലിറ്റി ഉണ്ട്. എൻ്റെ കാരണം ഇതിൽ പഠിക്കുന്ന നിയമങ്ങളൊക്കെ നമ്മളെ ഒരു കഥ പറയുന്ന പോലെ, പണ്ടൊരു കാട്ടിലുണ്ടല്ലോ ഒരു ആന ഉണ്ടായിരുന്നു, അങ്ങനെ പറയാൻ പറ്റുന്ന സാധനമല്ല. ദീസ് ആർ ടെക്നിക്കൽ സംഭവങ്ങളാണ്. അല്പം കൂടെ ഗൗരവത്തിൽ മെച്യൂരിറ്റിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട സബ്ജക്ട്സ് ആണ്. അതായത് നിങ്ങൾ കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ CS ആണെന്ന് കരുതിയിരുന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോഴേ നിങ്ങൾ ക്വാളിഫൈഡ് CS ആണ് എന്നുള്ള കാര്യഗൗരവത്തിൽ ഇരുന്ന് പഠിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങളെ ചാപ്റ്റർ പഠിപ്പിക്കാനും ചാപ്റ്ററിൻ്റെ കണ്ടന്റ് പറഞ്ഞ് മനസ്സിലാക്കാനും യാതൊരു ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാം പക്ക ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഇന്ന കാര്യമാണ്, അത് നിങ്ങളെ പഠിപ്പിക്കാൻ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, നിങ്ങളത് എങ്ങനെ എടുക്കുന്നുള്ളതാണ്. ഒരു കോഴ്സ് ഈസി ആണോ ടഫാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് സബ്ജക്റ്റിൽ എന്ത് കിടക്കുന്നു എന്നുള്ളതല്ല. അതൊരു ഫാക്കൽറ്റി വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഡീകോഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ദാറ്റ്സ് വൈ വി ആർ സിറ്റിംഗ് ഹിയർ, റൈറ്റ്? ഓക്കെ, അപ്പോൾ അതുപോലെ ബുക്കിന്റെ കട്ടി, ഇത്രയും കട്ടിയുള്ള ബുക്കാ സാറേ, അത് ആ ബുക്കിൽ അത്രയും കട്ടി ഉണ്ടെങ്കിൽ 100 മാർക്കല്ലേ ചോദിക്കുള്ളൂ. സംഭവം ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇത്ര കട്ടി ഉണ്ടെങ്കിൽ പോലും 100 മാർക്കല്ലേ ചോദിക്കുള്ളൂ. പറഞ്ഞോ, മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അതിനുള്ള പഠിച്ചാൽ പോരെ. പിന്നെ എന്താ പ്രശ്നം വരണേ? ഒന്ന്, നമുക്ക് സബ്ജക്റ്റിനോട് ടച്ച് ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല. ദാറ്റ് മീൻസ് വി ഡോണ്ട് നോ വാട്ട് വി ആർ ലേണിംഗ് ആൻഡ് വി ഡോണ്ട് നോ വെയർ ടു അപ്ലൈ വാട്ട് വി ഹാവ് ലേൺഡ് ആൻഡ് വി ഡോണ്ട് നോ വൈ ഓർ ഹൗ or what or when etc regarding that law. Okay, so and again ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് തിയറിയാണ്. For the sake of God I'm telling you, law is not a theory. ലോ തിയറി അല്ല. അതായത് നിങ്ങളിപ്പം മറ്റേ
പണ്ട് +2 ബിസിനസ് സ്റ്റഡീസ് പഠിച്ചിരിക്കുന്ന പോലെ മറ്റേ ബിസിനസിന്റെ പ്രിൻസിപ്പിൾസിലെ മറ്റേ ഫയോളിന്റെ ടൈലറിന്റെ പ്രിൻസിപ്പിൾസിലെ അതുപോലെ കാണാപ്പാഠം പഠിക്കേണ്ട ഒന്നല്ലല്ലോ. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യം മനസ്സിലാക്കണം. കാണാപ്പാഠം പഠിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു നിയമം പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ നിയമം എന്തിനാണ് ആ നിയമം അങ്ങനെ പറയുന്നത്, ഇതാണ് നിയമം, ഇത് പഠിച്ചിട്ടെങ്കിൽ പൊക്കോ കേട്ടോ, അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട എന്നല്ല. ഈ നിയമം എന്തിനാണ്, എന്തുകൊണ്ടാണ് നിയമം ഇങ്ങനെ പറയുന്നേ, ഓക്കെ, എന്താണ് നിയമം, ഈ നിയമം എവിടെ അപ്ലൈ ചെയ്യണം. തൊട്ട് മുന്നത്തെ JIGL വീഡിയോ ഞാൻ പറഞ്ഞ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഐ എം സോ സോറി ഫോർ ദാറ്റ്. ബിക്കോസ് എനിക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല. ലോ പഠിക്കുന്ന ആർക്കും സിമ്പിൾ ഇക്വേഷനാണ്. ഇതങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ആദ്യം സബ്ജക്റ്റോട് ഇൻട്രസ്റ്റ് വരും. ഓക്കെ 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 ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിൽ നമുക്കൊരു ഒരു ലീഗൽ മെട്രോളജി ആക്ട് ലീഗൽ മെട്രോളജി ആക്ട്. ഈ ലീഗൽ മെട്രോളജി ആക്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഇരിക്കട്ടെ. ഡിയർ സ്റ്റുഡൻസ്, ഓപ്പൺ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ദ ഹെഡിങ് ലീഗൽ മെട്രോളജി ആക്ട്. ഓക്കെ, എഴുതിക്കോളൂ. സെക്ഷൻ നമ്പർ 1 എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഒന്ന് പറഞ്ഞേ, കാണാപ്പാടം പറഞ്ഞേ. സെക്ഷൻ നമ്പർ 1. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വാക്ക് ഓർക്കാൻ വേണ്ടി ABCDE A4 B4 C4 D4 E4 എന്നിട്ട് ഈ വാക്ക് മാത്രം പഠിച്ച് അങ്ങനെയൊക്കെ പഠിക്കേണ്ട സാധനങ്ങൾ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിനേക്കാളേറെ ഞാൻ ഫോക്കസ് ചെയ്യണത് ഈ ലീഗൽ മെട്രോളജി എന്താ നിങ്ങൾക്കറിയോ, ഈ ആക്ട് എന്തിനാ പഠിക്കുന്നത് നിങ്ങൾക്കറിയോ. അവിടെ നിന്നാണ് നമ്മൾ എല്ലാ ചാപ്റ്ററും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്തിനാ പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ എന്നുള്ളത്. കാരണം ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ പറഞ്ഞത് ട്രിഗണോമെട്രി എന്നെ പഠിപ്പിച്ചപ്പോൾ ട്രിഗണോമെട്രി എന്തിനാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചിട്ടില്ല. എസ് പറഞ്ഞോ. ഹിസ്റ്ററി പഠിപ്പിച്ചപ്പോൾ എന്തിനാ ഹിസ്റ്ററി ഞാൻ പഠിക്കണത്, ജീവിതത്തിൽ ഭാവിയിൽ ഇതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാക്കാൻ പോകുന്നു ഇൻട്രോ എടുത്തിട്ടല്ല എന്നെ പഠിപ്പിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് പ്രൊട്രാക്ടറും മറ്റേ കോമ്പസ് ഒക്കെ എടുത്ത് അങ്ങനെ വരച്ച് ആംഗിൾ വരച്ച് അതിനെ ബൈസെക്ട് ചെയ്ത് അതിനെ ഇങ്ങനെ ബൈസെക്ട് ചെയ്ത് അതിനെ തേർട്ടി ഇതെന്തിനാണെന്ന് എനിക്ക് എന്നെ പഠിപ്പിച്ചിട്ടില്ല സുഹൃത്തുക്കൾ, ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. അതായത് അന്ന് എനിക്കൊരു ബ്രിഡ്ജ് കോഴ്സ് ആരും തന്നിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, ആ ഇൻട്രസ്റ്റ് പഠിച്ചേരും. ഓക്കെ, ഇതിനു വേണ്ടിയാണ് ഇത് പഠിക്കണം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ കൺവിൻസ് ആയി, ഇത് പഠിക്കാൻ ഞാൻ കൺവിൻസ് ആയി, ഈ സാധനം പഠിക്കാൻ ഞാൻ കൺവിൻസ്ഡ് ആയി അല്ലേ. എന്നിട്ട് പഠിച്ചാൽ ഗുണമുണ്ട്. അപ്പോൾ ലീഗൽ മെട്രോളജി ആക്ട് എന്തിനാണ് പഠിക്കുന്നത് അറിയത്തില്ല, പക്ഷെ പഠിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സാർ, എന്തിനാണ് നിങ്ങൾക്ക് ഒരു തോക്ക് കിട്ടി, ആ തോക്കിൻ്റെ എല്ലാ സാധനങ്ങളും കോമ്പണൻസും അതിൻ്റെ എല്ലാ വർക്കിങ്ങും എല്ലാം നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് വെടിവെക്കാര്യത്തിൽ പിന്നെ സാർ എന്തിനാ സാർ തോക്ക് നോക്കി അതെല്ലാം അറിയണ്ടേ. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലീഗൽ മെട്രോളജി ആക്ട് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് മുളക് പൊടി മേടിച്ചു. അപ്പോൾ മുളക് പൊടി മേടിച്ചിട്ട് അതിൽ ലെറ്റ്സ് 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മുളക് പൊടി മേടിച്ചു. ഞാൻ വീട്ടിൽ വന്നിട്ട് മുളക് പൊടി പൊട്ടിച്ചു. എന്നിട്ട് ഒരു ചെറിയ ത്രാസിലോട്ട് ആ മുളക് പൊടി ഇട്ട് നോക്കിയപ്പം അതിൽ 135 ഗ്രാമേ ഉള്ളൂ. 15 ഗ്രാം കുറവുണ്ട്, ഒരു ടീസ്പൂൺ കുറവുണ്ട്. എസ് പറഞ്ഞു, ഈ കുറവുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ, കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പമുണ്ടാകാനാ, ഒരു സ്പൂൺ കുറവല്ലേ ഉള്ളൂ. നോ, ആ കമ്പനി ആ പാക്കറ്റ് ഉണ്ടാക്കിയ ബാച്ചിൽ ഒരു പക്ഷേ 10,000 പാക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. 10,000 പാക്കറ്റ് നിന്ന് 15 ഗ്രാം വെച്ച് കുറച്ച് ഒന്ന് മൾട്ടിപ്ലൈ നോക്കി, അപ്പോൾ എത്ര KGs ആയി. അത്രയും KGസിൻ്റെ മുകളിൽ കോസ്റ്റ് ഇട്ട് നോക്കി എത്ര കിലോ വെട്ടിച്ചു. അത് വിട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സിമ്പിളാണ്. നിങ്ങളിപ്പം ബേസിക് ബസ്സിൽ കയറിയിട്ട് ഒരു 13 രൂപ ടിക്കറ്റ് എടുത്തു. കണ്ടക്ടർ 13 ടിക്കറ്റ് എടുത്തു, എന്നിട്ട് 20 രൂപ എടുത്തു. അപ്പോൾ 7 ബാക്കി കിട്ടണ്ടേ, 7 കിട്ടണം. കണ്ടക്ടർ 5 കണ്ടു പറഞ്ഞ് 2 രൂപ പിന്നെ തരാം, 2 രൂപ തരാം. നിങ്ങൾ കരുതി 2 രൂപ പിന്നെ പ്രത്യേകിച്ച് ഇൻട്രോട്ടാണ് പറയാൻ വേണ്ട, 2 രൂപ അത് പോട്ടെ നോക്കാം അല്ലേ. എസ് പറഞ്ഞു 2 രൂപയല്ലേ ഉള്ളൂ. പക്ഷെ കണ്ടക്ടറെ സംബന്ധിച്ച് ഇതുപോലെ ഒരു 50 പേരെ 2 രൂപ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് സ്കീമാക്കി വെച്ച് കഴിഞ്ഞാൽ 50 100 രൂപ ആയോ, ഒരു ട്രിപ്പിൽ 100 രൂപയായോ. അങ്ങനെ ഒരു ദിവസം 4 ട്രിപ്പ് ഉണ്ടെങ്കിൽ 400 രൂപയായോ. അങ്ങനെ ഒരു മാസം ഒരാഴ്ചയാണെങ്കിൽ 400 × 7 എത്രയായി, 2,800 രൂപയായോ. അങ്ങനെ 4 ആഴ്ച ഉണ്ടെങ്കിൽ ഒരു മാസം ആകുമ്പോൾ എത്രയായി, 2,800 × 4 എഗെയിൻ അല്ല. എസ് പറഞ്ഞു ഒരു തുകയായോ. ഈ 2 രൂപയല്ല ഇവിടുത്തെ വിഷയം, ഇതിങ്ങനെ ക്യുമുലേറ്റീവായിട്ട് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. എസ് പറഞ്ഞു, ഒരു കടയിൽ പോയി നിങ്ങൾ ഒരു കിലോ ആപ്പിൾ മേടിക്കാൻ വേണ്ടി പോയി. ഈ കടക്കാരൻ ഇടുന്ന ത്രാസ് വെയിറ്റ് ഇല്ലേ, മറ്റേ ഡിസ്പ്ലേ ഇല്ലേ, അതിൽ നിങ്ങൾ ഒരു കിലോ തൂക്കിയെടുത്തു. ഒരു കിലോ പ്ലസ് ഒരു 15 20 ഒരു 50 ഗ്രാം കൂടുതലുണ്ട്, സന്തോഷമായി നിങ്ങൾക്ക്. 1 കിലോ എന്ന് പറഞ്ഞു 1 കിലോ പ്ലസ് എക്സ്ട്രാ 50 ഗ്രാം ഇവിടെ ഫ്രീ കിട്ടി. ഓക്കെ, എസ് പറഞ്ഞു. ബട്ട് ആ ത്രാസിൽ കാണിച്ചേക്കുന്ന 1 കിലോ കൃത്യമായ 1 കിലോ ആണ്, എന്താ ഉറപ്പെന്താണ്, അയാൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ. ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്താ അറിയോ, ഇപ്പം ഞാനൊരു കാർ ഓടിച്ച് പോകുന്നു, പമ്പിൽ കയറി പെട്രോൾ അടിച്ചു, ചേട്ടാ 2 ലിറ്റർ ഡീസൽ 2 പെട്രോൾ. ഓക്കെ, നമ്മളിങ്ങനെ നോക്കിയിരിക്കും, അവിടെ 2 ലിറ്റർ കാണുന്നു, നമ്മൾ പൈസ കൊടുത്ത് പോകുന്നു. ശരിക്കും ആ നോസിൽ 2 ലിറ്റർ വന്നിട്ട് ഉറപ്പുണ്ടോ? പാനിക്കാതല്ലേ. എസ് പറഞ്ഞോ. ലീഗൽ മെട്രോളജി ആക്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ക്ലാരിറ്റി ആവും. എങ്ങനെയാണ് സർക്കാർ
ഈ 1 കിലോ ത്രാസിൽ ഡിസ്പ്ലേയിൽ 1 കിലോ എന്ന് വെച്ചാൽ കൃത്യം 1 കിലോ ആണെന്ന് ഉറപ്പുവരുത്തുന്നത്? എങ്ങനെയാണ് സർക്കാർ ഈ പമ്പിൽ ഒരു ലിറ്റർ എന്ന് പറഞ്ഞ ലിറ്ററിനുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്? എങ്ങനെയാണ്? പ്രകാരമാണ് അതിലെന്തേലും ഉടായ്പ കാണിച്ചാൽ എന്താ ശിക്ഷ? എന്താണ്? യെസ് ഓർ നോ? അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ സാധാരണക്കാരനായ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ചേട്ടാ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നില്ലേ, ഓക്കെ, അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയും സർക്കാർ ഉണ്ടാക്കിയ മെക്കാനിസമാണ് ലീഗൽ മെട്രോളജി. യെസ് ഓർ നോ? അതിന് നിയമമാണ് ഇവിടെ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, കൊള്ളാം സാറേ, ഈ ചാപ്റ്റർ പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടോ? എന്നൊക്കെ തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? അതാണ് സംഭവം. അത്രേ ഉള്ളൂ. ചാപ്റ്റർ ഇപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ. ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാണല്ലോ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചോളൂ. അപ്പം നമുക്ക് പഠിക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ്. യെസ് ഓർ നോ? ദാറ്റ് ഇസ് ഹൗ വി ആർ ലേണിംഗ് എവറി ചാപ്റ്റേഴ്സ് മക്കളെ. എല്ലാ ചാപ്റ്ററും നമ്മൾ ആ ആംഗിളിലാണ് പോണത്. ആ എല്ലാ ചാപ്റ്ററും. അത് ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമുക്കത് ഒരു സാധാരണക്കാരനെ പോലെ നമുക്ക് നോട്ട് ആസ് എ ലീഗൽ സ്റ്റുഡൻറ്റ്, ഒരു സാധാരണക്കാരനെ പോലെ നമുക്ക് മനസ്സിലാക്കണം ഈ ആക്ട് ആദ്യമായി എന്തിനാണ് പഠിക്കണത്. എനിക്ക് ഇതിനുള്ള എല്ലാ ചാപ്റ്ററിനും കൃത്യമായ ഇതുപോലെ മറുപടി പറയാൻ പറ്റും. നിങ്ങൾ ഏത് ചാപ്റ്റർ ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി പറയുന്നത് എന്തിനാണ് ഈ സംഭവം വരുന്നത്. ചാപ്റ്റർ നമ്പർ 9 ലോവർ ലിമിറ്റ് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ്. വാക്ക് പേടിച്ചു, അയ്യോ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് അല്ല, അയ്യോ എന്താ സാർ? ഒന്നുമില്ല. സാമ്പത്തികമായ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു ബാങ്കിൽ നിന്ന് ഒരു ഫേക്ക് ഡോക്യുമെന്റ് വെച്ച് ലോൺ എടുത്തു. ചില്ലറൊന്നുമല്ല, ഒരു 150 കോടി റുപ്യ ലോൺ എടുത്തു. ഈ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് ഒരു ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ ഇതുവഴി ഞാൻ മുങ്ങി, ഈ പൈസ കൊണ്ട് മുങ്ങി. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? എനിക്കെതിരെ വാറണ്ട് വരും, അല്ലേ? അറസ്റ്റ് വാറണ്ട് വരും, കോർട്ട് വാറണ്ട് ഇഷ്യൂ ചെയ്യും. ഈ വാറണ്ട് ഇഷ്യൂ ചെയ്ത് ഞാൻ കോർട്ടിൽ ഹാജരാവേണ്ടി വരും, എന്നെ കോർട്ടിൽ ഹാജരാക്കും, അല്ലേ? പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഞാൻ ഇന്ത്യയിൽ നിന്ന് എന്നെ പൊക്കും. ഞാൻ ഈ പൈസയുമായിട്ട് നാട് വിട്ടാലോ? കാരണം വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയല്ലേ പറ്റുള്ളൂ. ഞാൻ വിട്ടു, ഞാൻ കാനഡയിലേക്ക് പോയി. ഞാൻ കാനഡ റൈറ്റ് നൗ. ഇനി എന്നെ ഇവിടെ വന്ന് പൊക്കുന്ന കാണട്ടെ. യെസ് ഓർ നോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരള പോലീസിനോ അല്ലെങ്കിൽ ഇന്ത്യൻ മറ്റു ഇഡിക്കോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റിനോ അവിടെ പോയി പൊക്ക അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മറ്റൊരു രാജ്യം ടെറിട്ടറിയാണ്, അവിടെ എന്തെങ്കിലും അപ്ലിക്കബിൾ അല്ല. അയാൾ പോയി, അയാളെ ഇന്ത്യയിൽ എത്തിക്കണം. എങ്ങനെ എത്തിക്കും? കുഞ്ഞാവേ വായോ എന്ന് പറഞ്ഞാൽ വരുമോ? ഇല്ല. യെസ് ഓർ നോ? ഒന്നാ വരില്ല. അവനറിയാം ഇന്ത്യയിൽ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന്, അല്ലേ? യെസ് ഓർ നോ? അതുകൊണ്ട് അവനെ വരുത്തിക്കുന്ന ഒരു വിദ്യയുണ്ട്. എന്താ അറിയോ? അവൻ്റെ പ്രോപ്പർട്ടി, ഇന്ത്യയുള്ള പ്രോപ്പർട്ടി മുഴുവൻ നമ്മളങ്ങ് അറ്റാച്ച് ചെയ്യും. യെസ് ഓർ നോ? കോൺഫിസ്കേറ്റ് ചെയ്യും, പിടിച്ചെടുക്കും. ഇപ്പം വിജയ് മല്യ കേസ് കണ്ടായിരുന്നോ? അത് തന്നെ. ഓക്കെ, യെസ് ഓർ നോ? അതുപോലെ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പം അണ്ണൻ തന്നെ ഇങ്ങ് വരും. ഓക്കെ, അതിനുമായി ബന്ധപ്പെട്ട ലോ ആണ് ഈ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം എന്തിനാണ് ഈ ലോ എന്ന് മനസ്സിലായിട്ടുണ്ടോ? അപ്പം നമുക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കാം, എങ്ങനെ വരുത്തും എന്നുള്ള ആ ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടേ. അതാണ് ഈ ആക്ട് പറഞ്ഞത്. നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തോന്നില്ലേ? യെസ് ഓർ നോ? ഓൾ ഓഫ് യു റൈറ്റ് നോട്ട്സ് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ്. ഓക്കെ, ബൈ ഹാർട്ട്. സ്റ്റെപ്പ് നമ്പർ 1 പറഞ്ഞേ, സ്റ്റെപ്പ് നമ്പർ 2 പറഞ്ഞേ. നോ, വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ് ഷിറ്റ്. നോ, വി ഡോണ്ട് ഡു ദാറ്റ് ഹിയർ. യെസ് ഓർ നോ? അപ്പം എഗെയിൻ ഇത് പഠിക്കാൻ മറ്റൊരു രീതി കൂടെ ഉണ്ട്. ഞാനിപ്പം ECIP ആണ് എൻ്റെ സബ്ജക്റ്റ് എങ്കിൽ ECIPക്ക് ഇതുപോലെ ഓരോ നോട്ട്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ. ഇപ്പോൾ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് നോട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇതുപോലെ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും? കളർഫുൾ നോട്ട്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓർഡറിലാക്കി ഇതിങ്ങനെ ഇത് വെച്ച് നമ്മൾ പഠിപ്പിക്കുക. ഇത് വെച്ചാണ് നമ്മൾ പഠിപ്പിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ സെൻറ്റൻസ് അല്ല, അപ്പം നമുക്കത് വായിച്ചാൽ പെട്ടെന്ന് കണ്ടാൽ ഒരു ഡ്രൈ ഫീലിംഗ് ഉണ്ടാവും. ഇത് ആ ടെക്സ്റ്റ് ബുക്കിൽ അതേ സെൻറ്റൻസ് എന്ത് ചെയ്യാം? ഇതുപോലെ ചാർട്ടായിട്ട് വരച്ച് കൃത്യമായിട്ട് ഇങ്ങനെ ചാർട്ടും ഗ്രാഫും ഒക്കെ ആയിട്ട് ഇട്ടിട്ട് പഠിപ്പിച്ച് ഇത് നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങളെ കൊണ്ട് വരപ്പിക്കുകയല്ല, എഴുതിക്കുക എന്ന് പറയാം. അങ്ങനെ എഴുതുമ്പോൾ എന്തെന്നറിയോ? നിങ്ങൾക്ക് 2 ഗുണമുണ്ട്. ഒന്ന്, എഴുതുമ്പം നിങ്ങൾക്ക് എക്സാമിനേഷൻ റിവിഷൻ നടത്താൻ അടിപൊളി ഷോർട്ട് നോട്ടായി. 2, സ്വന്തം ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ടായി. 2, എഴുതുമ്പം നമ്മൾ അറിയാണ്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ ആരും കാണാപ്പാടല്ലാതെ പഠിക്കുന്നില്ല. സോ നമ്മുടെ പഠിത്തം ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നത് ക്ലാസ് മുറികളിലാണ്. നിങ്ങൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ മോർണിംഗ് ടു ഈവനിങ് എന്താണോ നമ്മൾ പഠിപ്പിച്ചിരിക്കും. വീട്ടിൽ പോവുക, എന്നിട്ട് കൃത്യമായി റിവൈസ് ചെയ്യുക. അത് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ECIP എന്ന എൻ്റെ സബ്ജക്റ്റിൽ എന്തെല്ലാം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടേക്ക് യു ഫോർ എ വെരി സ്മോൾ റൈഡ്. വാട്ട് ആർ ചാപ്റ്റേഴ്സ് അറ്റ് ലേൺ? ഒന്ന്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ആണ്. നമ്മളതിനെ FEMA എന്നൊക്കെ പറയും. അതുപോലെ FDI റെഗുലേഷൻ പോളിസി, ODI പോളിസി, ECB, ഫോറിൻ ട്രേഡ് പോളിസി. ഇത്രയും സാധനങ്ങൾ ഒരു ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ചില നിയമങ്ങളും ചില പോളിസീസാണ്. തിയറിയാണ്. അത് ക്ലാസ്സിൽ കേട്ടിരിക്കേണ്ട സാധനങ്ങളാണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് സ്പെഷ്യൽ എക്കണോമിക്സ് ആയിക്കോട്ടെ, PML ആയിക്കോട്ടെ, ഫ്യൂജിറ്റീവ് ആയിക്കോട്ടെ, ബിനാമി, കോമ്പറ്റീഷൻ,
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ലീഗൽ മെട്രോളജി, RERA, റെറ എന്ന് പറയും. ഇത്തരം ആക്ട് എല്ലാം ചെറിയ ചെറിയ ആക്റ്റാണ്. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയ ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഒരു ദിവസം കൊണ്ട് വേണം തീരാൻ പറ്റും. അത്രയും ചെറിയ ചാപ്റ്റേഴ്സാണ്. ചാപ്റ്ററിൻ്റെ എണ്ണം കണ്ട് പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനെല്ലാം കാണിച്ചു തരുന്നത്. സോ പറഞ്ഞോ, പിന്നെയുള്ള ഈ 5 ചാപ്റ്റർ ഉണ്ടോ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പറേറ്റ്, ജോഗ്രഫി ഇൻഡിക്കേഷൻസ്, ഇൻഡസ്ട്രീസ്, ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ലോസ്. ഇതാണ് പുതിയ അഡീഷൻസ്. ഈ ചാപ്റ്ററിന് മാത്രം ദേ കൻ ആസ്ക് യു 40 മാർക്ക് മിനിമം. ഈ 5 ചാപ്റ്ററിന് മാത്രം 40 മാർക്ക് എഴുതുക, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് ലോസും എക്സാമ്പിളൊക്കെ വെച്ച് അരച്ച് കലക്കി കുടിക്കുന്നത് പഠിക്കണം. പറഞ്ഞോ, ഈ 5 ചാപ്റ്റർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എക്സാം പാസ്സാണ്, ഗ്യാരണ്ടിയാണ്. ഓക്കെ പറഞ്ഞു. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് വൃത്തിയായിട്ട് പഠിക്കും. സോ എൻ്റെ ടീച്ചിങ് മെത്തഡോളജി ഇതാണ്, ഞാൻ ക്ലാസ്സിൽ അപ്രോച്ച് ചെയ്യുന്ന രീതിയും ഇതാണ്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ക്ലാസ്സിലൊരു കുട്ടി സബ്ജക്റ്റുമായി ഇൻട്രസ്റ്റ് ഉണ്ട്, ചാപ്റ്ററുമായി ഇൻട്രസ്റ്റ് ഉണ്ട്, ഹാപ്പി ആയിട്ടാണ് ക്ലാസ് റൂം ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വൈബിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് പഠിച്ചു പോകും. ഓക്കെ, അല്ലാതെ നമ്മൾ ആരെയും അടിച്ചോ ഇടിച്ചോ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തൊന്നും ഒരു കോഴ്സ് എടുപ്പിക്കാൻ ഇത് LKG BEയിലേക്ക് നമ്മളെ പറഞ്ഞു വിടുന്നതല്ല. രാവിലെ സ്കൂൾ ബസ് വരുമ്പോൾ സ്കൂളിൽ പോടാന്ന് പറഞ്ഞു വിടുന്ന പോലെ ഒരിക്കലും CS നെക്സ്റ്റ് ക്ലാസ്സിന് പോടാന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നണം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം. ദാറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ആസ് എ ടീച്ചർ ടു മേക്ക് ദ സബ്ജക്ട് ഇൻട്രസ്റ്റിംഗ്. ദാറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ആസ് എ ഫാക്കൽറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് യു എൻജോയ് ദ ക്ലാസ് rather than feeling pressurized in the class. So I'll try my level best. I'm not saying that I am the super best faculty for ECIP or JGL. No. Actually, നമ്മളെല്ലാവരും ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു നല്ല സ്റ്റുഡൻറ്റ് മൈൻഡിലൂടെ ഞാനിതിനെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിപ്പോഴും പുതിയ പല കാര്യങ്ങളും പഠിക്കാൻ തോന്നുന്നതും അപ്ഡേറ്റ്. സോ ആക്ച്വലി വി ആർ ലേണിംഗ്. ഓക്കെ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാനും ഓരോ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. സോ ഐ എം നോട്ട് ക്ലെയിമിംഗ് ടു ബി ദ നമ്പർ 1. ഐ എം നോട്ട് നമ്പർ 1. Yes or no? But I'll try my level best to make sure that you will pass. That's my guarantee. So welcome to my class of ECIP. Catch you all in classes. And tension എടുക്കൊന്നും വേണ്ട, 100 മാർക്കേ ഉള്ളൂ. Okay, trust me, we will pass, provided you have the right mindset about the subject, about the way to study. Okay, കാണാപ്പാഠം പഠിക്കേണ്ട, പ്യുവർ തിയറി അല്ല, മനസ്സിലാക്കുന്ന സാധനങ്ങളാണ്. കാണാപ്പാഠം പഠിക്കേണ്ട ഏരിയസ് ഒരു 1% ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നുമല്ല, ക്ലാസ്സിന് പഠിച്ചു പോകും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. So once again, I would like to have you in the class and we will discuss in person. So welcome to ECIP classes. Catch you there. Stay blessed.